നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഐവറി കോസ്റ്റ് കിരീട ജേതാക്കളായിട്ടുണ്ട്. നൈജീരിയയാണ് അവർ പരാജയപ്പെടുത്തിയത്. 1-2 ഗോളുകൾക്കായിരുന്നു ഐവറി കോസ്റ്റിന്റെ വിജയം. ആദ്യം നൈജീരിയ ലീഡ് എടുത്തു, പിന്നീട് 2 ഗോളുകൾ നേടിക്കൊണ്ട് ഐവറി കോസ്റ്റ് തിരിച്ചു വരികയായിരുന്നു. സൂപ്പർ താരം സെബാസ്റ്റ്യൻ ഹാലറാണ് ഇവരുടെ വിജയ ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 81-ാം മിനിറ്റിലാണ് ഹാലർ വിജയ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. മത്സരശേഷം സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം വികാരഭരിതനായിക്കൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ഹാലർ ഇന്ന് ഈ ഒരു സുവർണ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത്. 2022 ജൂലൈ മാസത്തിലായിരുന്നു അദ്ദേഹം ക്യാൻസർ ബാധിതനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ടെസ്റ്റിക്കുലാർ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ചികിത്സയിൽ പ്രവേശിക്കുകയായിരുന്നു. 2023 ജനുവരി മാസത്തിലാണ് അദ്ദേഹം പിന്നീട് തിരിച്ചെത്തിയത്. ക്യാൻസറിനെ അതിജീവിക്കാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞു. പിന്നീട് ഡോർട്ട്മുണ്ടിന് വേണ്ടിയും ഐവറി കോസ്റ്റിന് വേണ്ടിയും അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഈ നേഷൻസ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര മികച്ച പ്രകടനമൊന്നും പുറത്തെടുക്കാൻ ഐവറി കോസ്റ്റിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് അവർ ആ ഒരു യഥാർത്ഥ മികവിലേക്ക് ഉയരുകയായിരുന്നു. കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ ഹാലർ നേടിയ ഗോളിലൂടെയായിരുന്നു ഐവറി കോസ്റ്റ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ഇപ്പോൾ ഫൈനലിലും അദ്ദേഹം ഹീറോയായി മാറി. ഇങ്ങനെ ഒരു വീരോചിത തിരിച്ചുവരവ് തന്നെയാണ് അദ്ദേഹം കളിക്കളത്തിലും ജീവിതത്തിലും ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിങ്ങനെയാണ്: ഒരുപാട് കാലം ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു നിമിഷമാണിത്. ഈ മത്സരം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഈ കിരീടം രാജ്യം അർഹിക്കുന്നതാണ്. അവസാനം വരെ ഞങ്ങൾ എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എൻ്റെ സഹതാരങ്ങൾ എന്നെ വളരെയധികം പുഷ് ചെയ്തിരുന്നു. ഞാൻ അവരോട് നന്ദി പറയുന്നു. ഇതാണ് ഹാലർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിജയ നായകന് ഇപ്പോൾ ഫുട്ബോൾ ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്നും പ്രശംസകളും അഭിനന്ദനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.